വെടിനിർത്തൽ കരാർ നിലനിർത്തിക്കൊണ്ടുപോകാൻ പാകത്തിനുള്ള നിരീക്ഷണ സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കാൻ കാര്യം ഇന്നലെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഗസയിൽ തന്നെ ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തുകയും ഒരു ഫലസ്തീൻകാരൻ മരിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ട്. അത് അൺകൺഫേംഡ് ആണ്, മറ്റാരും അത് കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ വലിയ റെയ്ഡുകൾ ഇതിന് പാരലലി ഈ വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ അഗ്രഷൻ ഇസ്രായേൽ സൈന്യം കാണിച്ചു തുടങ്ങിയിരുന്നു. കൂടുതൽ വെടിവെപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഡസനിലേറെ പേര് അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ വെടിനിർത്തലിന് സമ്മതിച്ചത് വഴി ഈ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനുണ്ടായ ഒരു ആഘാതം അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായക്കുണ്ടായ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വെസ്റ്റ് ബാങ്കിൽ ഈ അഗ്രഷൻ നടത്തുന്നത് എന്ന് ഒരു വാദമുണ്ട്. മറ്റൊന്ന്, ഈ ട്രംപ് തന്നെയും വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ ഭാഗമാക്കുക എന്നുള്ളൊരു തന്ത്രത്തിൻ്റെ ആവിഷ്കാരത്തിലാണ് എന്നുള്ള വേറൊരു വ്യാഖ്യാനമുണ്ട്. തീർച്ചയായിട്ടും അതെ. ഇപ്പം ഇസ്രായേലിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ 3 പ്രദേശങ്ങളാണ്. 1 ഗാസ, 2 വെസ്റ്റ് ബാങ്ക്, 3 ഗൊലാൻ ഹൈറ്റ്സ്. അതിൽ ഗൊലാൻ ഹൈറ്റ്സ് ഇപ്പോൾ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായി. ഇപ്പം സിറിയയിലെ HTS അധികാരത്തിൽ വന്നതോടുകൂടി ആ മേഖലയിൽ ഇപ്പോൾ പ്രതിഷേധം പോലുമില്ല. സിറിയൻ സൈന്യം പൂർണ്ണമായി പോയിരിക്കുന്നു. അതിപ്പം നോമാൻസ് ലാൻഡ് പോലെയാണ്. മാത്രമല്ല നോമാൻസ് ലാൻഡ് അല്ല, അവിടെ ആരുമില്ല. അപ്പോൾ ആ പ്രദേശം മുഴുവനുമായിട്ട് ഗൊലാൻ ഹൈറ്റ്സ് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി. അവിടെ ആളുകളുമില്ല, അതിനെ പ്രതിരോധിക്കാൻ ഒരു സൈന്യവുമില്ല. സ്വാഭാവികമായിട്ടും അത് വളരെ സ്വാഭാവികമായി ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വന്നു. അത് സിറിയയിലുള്ള ഭരണമാറ്റത്തിൻ്റെ ഉൽപ്പന്നമാണ്. വളരെ ക്ലോസായി നമ്മൾ ഈ സെറ്റിൽമെൻറ്റുകളെയും വെസ്റ്റ് ബാങ്കിലെ പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷനെയൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 67% വരുന്ന പ്രദേശത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകൾക്കകത്ത് സാൻഡ്വിച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഫലസ്തീൻ സെറ്റിൽമെൻറ്റുകളുള്ളത്. ഈ ഫലസ്തീനിയൻ ജനതയ്ക്ക് ഇസ്രായേൽ സെറ്റിലേഴ്സിനെയോ അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡ്, അതുപോലെ മറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെയും ഇസ്രായേലിൻ്റെ സൈന്യത്തെയും മറികടന്ന് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി വെസ്റ്റ് ബാങ്കിൽ വെറുതെ റമള്ളയിൽ ഒരു ഫലസ്തീനിയൻ അതോറിറ്റിയും അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മുഹമ്മദ് അബ്ബാസും ഉണ്ട് എന്നല്ലാതെ പ്രായോഗിക തലത്തിൽ അവർക്ക് ചില NGO പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും. വല്ല ആരോഗ്യ ക്യാമ്പുകളൊക്കെ നടത്താം, ശുചിത്വ മിഷൻ നടത്താം എന്നല്ലാതെ വെസ്റ്റ് ബാങ്കിൽ അവർക്കൊന്നും ചെയ്യാനില്ല. അവരുടെ സൈന്യം വേണമെങ്കിൽ റോഡ് അടിച്ചു വരുന്ന വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. നമ്മളിവിടുത്തെ ശുചിത്വ മിഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നടപ്പാക്കും. അതിനപ്പുറത്തേക്ക് ചെയ്യാൻ ഒരു അധികാരവും ഇല്ലാത്ത രൂപത്തിൽ വെസ്റ്റ് ബാങ്കുകാർ യഥാർത്ഥത്തിൽ സമ്പൂർണമായ പ്രതിരോധവും ശക്തമായ നിലനിൽപ്പും ഉണ്ടായിരുന്നത് ഗസയ്ക്കായിരുന്നു. അങ്ങനെ അതൊരു ഫലസ്തീനിയൻ സ്റ്റേറ്റ് എല്ലാ അർത്ഥത്തിലും ആയി മാറി 2007 മുതൽ. അതിൽ ഹമാസിൻ്റെ അക്രമങ്ങളോടും അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സായുധ പോരാട്ടങ്ങളോടോ ഒക്കെ വിയോജിപ്പുള്ളവർക്ക് പോലും ഈ വസ്തുത അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതെല്ലാ അർത്ഥത്തിലും ഒരു ഫലസ്തീനിയൻ സ്റ്റേറ്റായി മാറി. ഒരു സോവറിൻ ഫലസ്തീനിയൻ സ്റ്റേറ്റിൻ്റെ എല്ലാ രൂപഭാവങ്ങളോടും കൂടി ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധത്തിന് ശേഷിയുള്ള നിലയ്ക്ക് അവർ നിന്നു. അത് ഈ അക്രമത്തിൻ്റെ ഒരു തലമെടുത്താലും ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധം വളർന്നു വരുമ്പോൾ ഒരു സിംഗിൾ ഫൂട്ടേജ് പോലും ഒരു ഗസൻ നിവാസി ഹമാസിനെതിരായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ അക്രമം നേരിടേണ്ടി വരുന്നത് ഹമാസുകാർ നടത്തിയ അക്രമത്തിൻ്റെ ഫലമാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറയുന്ന ഒരു ഫൂട്ടേജ് പോലും ഈ അന്താരാഷ്ട്ര മീഡിയ മുഴുവനും അവിടെ കൺതുറന്നിരുന്നിട്ടും കിട്ടിയില്ല എന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഗസൻ ജനത, അവിടുത്തെ 23 ലക്ഷം മനുഷ്യർ ഒറ്റക്കെട്ടായി ഇസ്രായേലിൻ്റെ അക്രമത്തെ കഴിഞ്ഞ 463 ദിവസവും പ്രതിരോധിച്ചു. അപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് അവിടെ ഒന്നും ചെയ്യാനില്ല. മറ്റൊരർത്ഥത്തിൽ അവർക്ക് സൈനികമായി ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. ആ പരമാവധിയെ ഫലസ്തീൻ ജനത അതിജീവിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഗസൻ ജനങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഗസയിലെ ജനങ്ങൾ അതൊരു ലെജൻഡറി റെസിസ്റ്റൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ട്രംപ് പറഞ്ഞ ഈ സീസ് ഫയറിന് എപ്പിക് സീസ് ഫയർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക് വിക്ടറി, ചരിത്രപരമായ വിജയത്തിൻ്റെ ഫലമായിട്ടാണ് ഈ എപ്പിക് സീസ് ഫയർ ഉണ്ടായതെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ എപ്പിക് സീസ് ഫയർ ഉണ്ടാകാനുള്ള കാരണം ബിക്കോസ് ഓഫ് ദി എപ്പിക് റെസിസ്റ്റൻസ് ഓഫ് ദി ഗസൻ പീപ്പിൾ. അവിടെ ഹമാസ് പോലും പ്രസക്തമാകുന്നില്ല.
ഹമാസ് തുടച്ചു നീക്കിയാൽ ഹമാസ് പോലെ മറ്റ് പ്രതിരോധ പ്രസ്ഥാനം പേര് മാത്രമേ മാറുള്ളൂ. കാരണം ഇത് ആ ജനതയുടെ സ്വാഭാവികമായ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളുടെ പ്രതിഫലനമാണ്. അതിനോടൊപ്പം നിൽക്കുന്നത് ഹമാസ് ആണെങ്കിൽ ജനങ്ങൾ ഹമാസിനൊപ്പം നിൽക്കും. ഹമാസ് അത് മാറി ഇസ്രായേലിന് അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ അവർ പുതിയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കും. അപ്പോൾ ഫലസ്തീനികൾ മുന്നോട്ട് വയ്ക്കുന്ന സ്വാതന്ത്ര്യ സ്വപ്നവും അവരുടെ ന്യായമായ അവകാശങ്ങൾക്കും വേണ്ടി അവർ അടിയുറച്ചു നിൽക്കുന്നു എന്നതാണ് പ്രധാനം.